SSLC question. The base radius and height of cylinder are 10 cm, 12 cm respectively. Find its volume. Find the volume of the largest cone that can be carved out from the cylinder. ഒരു വൃത്തസ്തംഭത്തിന്റെ ആരം 10 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററുമാണ്. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കാണുക. വൃത്തസ്തംഭത്തിൽ നിന്ന് ചെത്തി ഉണ്ടാക്കാവുന്ന പരമാവധി വലിപ്പമുള്ള വൃത്തസ്തൂപികയുടെ വ്യാപ്തം എത്ര? നമുക്കിവിടെ സിലിണ്ടറിന്റെ വോളിയം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കറക്റ്റ് വായിക്കണം. അപ്പൊ നമുക്ക് ബേസ് റേഡിയസ് ഓഫ് സിലിണ്ടർ, ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് ബേസ് റേഡിയസ്. ബേസ് റേഡിയസ് ഓഫ് സിലിണ്ടർ നമുക്ക് 6 എന്ന് എടുക്കാം. അത് നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ്. പിന്നെ തന്നിരിക്കുന്ന ഹൈറ്റ് ആണ്, സിലിണ്ടറിന്റെ ഹൈറ്റ് h എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് സിലിണ്ടർ ആണ്. വോളിയം ഓഫ് സിലിണ്ടർ വൃത്തസ്തംഭമാണ്. വോളിയം ഓഫ് സിലിണ്ടർ എങ്ങനെയാ കാണാം? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, 1/3 ഇല്ല, ഓക്കെ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതായത് ബേസ് ഏരിയ എന്താണ്? സിലിണ്ടറിന്റെ ബേസ് എന്താണ്? സർക്കിൾ ആണ്. അതിന്റെ ഏരിയ πr², ഹൈറ്റിന് h എന്ന്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു r നമുക്ക് 10 ആണ്. സോ 10² ഇൻറ്റു ഹൈറ്റ് 12 ആണ്. സോ പൈ ഇൻറ്റു 10² 100 ഇൻറ്റു 12. സോ 100 ഇൻറ്റു 12 എത്രയാ? 1200 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം ഓഫ് സിലിണ്ടർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് കോൺ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം ദ സിലിണ്ടർ. ഇതേ സിലിണ്ടറിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന മാക്സിമം പരമാവധി വലിപ്പമുള്ള ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 1/3 ഇൻറ്റു വോളിയം ഓഫ് സിലിണ്ടർ ആണ്. രണ്ടിന്റെ ബേസ് സെയിം ആണ്, ഹൈറ്റ് സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വോളിയം ഓഫ് കോൺ ഇസ് ഈക്വൽ ടു 1/3 വോളിയം ഓഫ് സിലിണ്ടർ ആണ്. സോ 1/3 ഇൻറ്റു വോളിയം ഓഫ് സിലിണ്ടർ നമ്മളിവിടെ കണ്ടെത്തി 1200 പൈ എന്ന്. ഓക്കെ, 1200നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 400 കിട്ടും. സോ 400 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം ഓഫ് കോൺ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ വീണ്ടും കോണിൻ്റെതിലേക്ക് മാറി ഹൈറ്റ് ഇന്നതാണ്, r ഇന്നതാണ് എന്നൊന്നും എഴുതി സമയം കളയരുത്. സിലിണ്ടറിന്റെ വോളിയം തന്നിട്ട് കോണിന്റെ വോളിയം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ നോക്കുക അതിന്റെ ബേസും ഹൈറ്റും സെയിം ആണോ? ആണ്. കാരണം ഒരേ സിലിണ്ടറിൽ നിന്നാണ്, തന്നിരിക്കുന്ന സിലിണ്ടറിൽ നിന്നാണ് പരമാവധി വലുപ്പമുള്ള കോണ് ചെത്തി ഉണ്ടാക്കുന്നത്. ദാറ്റ് മീൻസ് ഹൈറ്റിൽ വ്യത്യാസം വരില്ല, ബേസും വ്യത്യാസം വരില്ല. അങ്ങനെയാകുമ്പോൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. വോളിയം ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു വോളിയം ഓഫ് സിലിണ്ടർ ആണ്. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 1, പേജ് നമ്പർ 200. The base radius and height of a cylindrical block of wood are 15 cm and 40 cm. What is the volume of the largest cone that can be carved out of this? വൃത്തസ്തംഭാകൃതിയിലുള്ള ഒരു തടിക്കഷ്ണത്തിന്റെ പാദത്തിന്റെ ആരം 15 സെന്റിമീറ്ററും ഉയരം 40 സെന്റിമീറ്ററുമാണ്. ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എത്രയാണ്? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സിലിണ്ടർ ബ്ലോക്കിന്റെ വോളിയം കാണാം. അതിന്റെ 1/3 ആയിരിക്കും കോണിന്റെ വോളിയം ആണല്ലോ. കാരണം ഒരു സിലിണ്ടറിക്കൽ ബ്ലോക്കിൽ നിന്നാണ് നമ്മൾ എന്ത് കട്ട് ചെയ്തെടുക്കുന്നത്? കോണ് കട്ട് ചെയ്തെടുക്കുന്നത്. സോ അതിന്റെ ഹൈറ്റും അത് തന്നെയായിരിക്കും, സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ബേസും വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് എഴുതാം. ബേസ് റേഡിയസ് r is equal to 15 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഹൈറ്റ് h is equal to 40 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ we can find volume of cylindrical block. Cylindrical block of wood. എന്താണ് സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതായത് πr²h. പൈ r എന്ന് പറഞ്ഞാൽ 15 ആണ്. സോ 15² ഇൻറ്റു ഹൈറ്റ് 40. സോ പൈ ഇൻറ്റു 15² 225 ആണ് ഇൻറ്റു 40. ഓക്കെ, 225നെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 225 40. ഓക്കെ, 0 ഇവിടെ ഇടുന്നു. 5 ഇൻറ്റു 4 20, 2 ബാക്കി. 2 ഇൻറ്റു 4 8, 8 പ്ലസ് 2 10, 1 ബാക്കി. 2 ഇൻറ്റു 4
8 plus 1 9. So നമുക്ക് 9000 pi സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഈ സിലിണ്ടറിക്കൽ ബ്ലോക്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്ന ഏറ്റവും മാക്സിമം വലിപ്പത്തിലുള്ള കോണിന്റെ വോളിയം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എന്തെഴുതിയാൽ മതി? വോളിയം ഓഫ് കോൺ ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു വോളിയം ഓഫ് സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഓഫ് വുഡ്. ക്വസ്റ്റിനകത്ത് തന്ന പോലെ എഴുതാം. സോ 1/3 ഇൻറ്റു വോളിയം ഓഫ് സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഓഫ് വുഡ് നമ്മൾ കണ്ടുപിടിച്ചു. അത് എത്രയാണ്? 9000 പൈ സെന്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, 9000നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3000 കിട്ടും. സോ 3000 പൈ സെന്റിമീറ്റർ ക്യൂബാണ് വോളിയം ഓഫ് കോൺ. Textbook exercise question number 2, page number 200. The base radius and height of a solid metal cylinder are 12 centimeters and 20 centimeters. By melting it and recasting, how many cones of base radius 4 centimeters and height 5 centimeters can be made? പാദത്തിന്റെ ആരം 12 സെന്റിമീറ്ററും ഉയരം 20 സെന്റിമീറ്ററുമായ കട്ടിയായ ഒരു വൃത്തസ്തംഭം ഉരുക്കി പാദത്തിന്റെ ആരം 4 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്ററുമായ എത്ര വൃത്തസ്തൂപികകൾ ഉണ്ടാക്കാം? അപ്പൊ നമുക്കറിയാം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സിലിണ്ടർ ആണ്. ഈ സിലിണ്ടറിനെ ഉരുക്കി നമ്മൾ കുറേ ചെറിയ കോണുകൾ ഉണ്ടാക്കും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ കോണുകളുടെ എണ്ണം എത്രയാണെന്നാണ്. നമുക്കറിയാം, ഈ ഒരു സിലിണ്ടർ ഉരുക്കി അതിൽ ഒരു ഭാഗം പോലും, ഒരു സബ്സ്റ്റൻസ് പോലും പാഴാക്കാതെയാണ് നമ്മൾ വേറൊരു സൈസിലുള്ള കുറേ കോണുകൾ ഉണ്ടാക്കുന്നത്, കുറേ വൃത്തസ്തൂപികകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു സിലിണ്ടറിന്റെ വോളിയം ഈ എല്ലാ വൃത്തസ്തൂപികകളുടെയും എല്ലാ കോണുകളുടെയും വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എഴുതാം വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് വോളിയം ഓഫ് ഓൾ സച്ച് കോൺസ്. തന്നിരിക്കുന്ന കോണുകൾ ഒരുപാട് എണ്ണമുണ്ട്, എല്ലാത്തിനും ഒരേ വലുപ്പമുള്ള കുറെ കോണുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ എത്ര കോണുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം ഈ എല്ലാ കോണുകളുടെയും വോളിയം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എത്രയാണോ അതിന്റെ എണ്ണം, നമ്പർ ഓഫ് കോൺസ്, അതിനെ ഒരു കോണിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം എല്ലാത്തിന്റെയും വോളിയം സെയിം ആണ്. അപ്പൊ അത് മൊത്തം കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ വോളിയം കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോണിന്റെ വോളിയത്തെ നമ്പർ ഓഫ് കോൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക, ആണല്ലോ. സോ നമ്പർ ഓഫ് കോൺസ് ഇൻറ്റു വോളിയം ഓഫ് 1 കോൺ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? അപ്പൊ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് അപ്പോൾ എന്തിന് ഈക്വലായി? വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോൺസ് ഇൻറ്റു വോളിയം ഓഫ് കോൺ ആണ്. വോളിയം ഓഫ് 1 കോൺ ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? നമ്പർ ഓഫ് കോൺസ് ആണ്. അപ്പൊ ഈ ഇൻറ്റു ചെയ്തിരിക്കുന്ന വോളിയം ഓഫ് 1 കോൺ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് സിലിണ്ടർ, അത് ലെഫ്റ്റിൽ ഓൾറെഡി ഉണ്ട്, അതിനെ വോളിയം ഓഫ് 1 കോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് കോൺസ് കിട്ടും. മനസ്സിലായോ? അപ്പൊ നിങ്ങളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് വലിയൊരു സോളിഡ് തന്നിട്ട് അതിനെ ഉരുക്കി ചെറിയ ഒരേപോലത്തെ സോളിഡ്സ് ഉണ്ടാക്കി അതിൽ ആ ചെറിയ സോളിഡുകളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ, ഇവിടെ കോണാണ് ചെറിയ സോളിഡ്, നമ്പർ ഓഫ് കോൺസ് കാണാൻ ചോദിച്ചാൽ എന്തിനെയാണോ ഉരുക്കുന്നത് അതിന്റെ വോളിയം മുകളിൽ എഴുതാം. അപ്പൊ നമുക്ക് എന്തിനെവിടെ ഉരുക്കുന്നത്? സിലിണ്ടറിനെയാണ്. അപ്പൊ അത് മുകളിൽ എഴുതും. എന്നിട്ടോ ഏതാണോ ചെറിയ രൂപം, എന്തിന്റെയാണോ നമുക്ക് നമ്പർ കാണേണ്ടത്, അതിനൊന്നിന്റെ വോളിയം താഴെ എഴുതാം. വോളിയം ഓഫ് 1 കോൺ. അപ്പൊ നിങ്ങൾ ഈ രീതിയിലേക്ക് ഒന്നും പോകണ്ട, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇവിടെ മുതൽ എഴുതിയാൽ മതി.
നമ്പർ ഓഫ് കോൺസ് കാണാൻ എന്തിനെയാണോ ഒരുക്കുന്നത് അത് മുകളിൽ, അതിന്റെ വോളിയം മുകളിൽ, വോളിയം ഓഫ് സിലിണ്ടർ. താഴെ എഴുതേണ്ടത് എന്താണ്? ഏതിന്റെയാണോ എണ്ണം നമുക്ക് കാണേണ്ടത് അതിലൊന്നിന്റെ വോളിയം, വോളിയം ഓഫ് 1 കോൺ. അപ്പൊ നമുക്ക് തന്ന മെഷേഴ്സ് വെച്ചിട്ട് ഇത് രണ്ടും കണ്ടുപിടിക്കും. വോളിയം ഓഫ് സിലിണ്ടർ, അപ്പൊ ഫോർമുല മനസ്സിലോർക്കുക. പൈ ഇൻറ്റു റേഡിയസ്, പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പൊ പൈ ഇൻറ്റു റേഡിയസ് ഓഫ് സിലിണ്ടർ ആണ് എഴുതേണ്ടത്. അപ്പൊ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും റേഡിയസ് ഓഫ് സിലിണ്ടർ എന്താണെന്ന്. ബേസ് റേഡിയസ് ഓഫ് സിലിണ്ടർ 12 ആണ്. ഹൈറ്റ് എത്രയാണ്? 20 ആണ്. അപ്പൊ അത് ആദ്യം എഴുതി വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ പൈ ഇൻറ്റു റേഡിയസ് 12 ആണ്. സോ 12 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് തന്നിരിക്കുന്നത് 20 ആണ്. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് 1 കോൺ. കോണിന്റെ മെഷേഴ്സ് എന്താ തന്നിരിക്കുന്നത്? കോണിന്റെ ബേസ് റേഡിയസ് 4 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് 5 സെന്റിമീറ്റർ. അപ്പൊ കോണിന്റെ വോളിയം എങ്ങനെയാ നമ്മൾ കാണാം? 1/3 പൈ ആണല്ലോ ആർ സ്ക്വയർ. ആർ എന്താണ് ഇവിടെ? 4 സ്ക്വയർ ആണ്. ഹൈറ്റ് എന്താ ഇവിടെ? 5 ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഈസിയാണ്. നമ്മൾ എന്താ ചെയ്യാ? മുകളിലും പൈ ഉണ്ട്, താഴെയും പൈ ഉണ്ട്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ 12 സ്ക്വയറിനെ നമുക്ക് 12 ഇൻറ്റു 12, അല്ലാതെ 12 സ്ക്വയർ 144 ആണ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യാനോ ഒന്നും ചെയ്യരുത്. കാൽക്കുലേഷൻ പോകുമ്പം ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതിയിട്ട് അവസാന സ്റ്റെപ്പിലേക്ക് പോകുക. ഓക്കെ, ഇൻറ്റു 20, താഴെ 1/3 ഉണ്ട്, ഇൻറ്റു 4 സ്ക്വയർ. 4 സ്ക്വയറിന് നമുക്ക് 4 ഇൻറ്റു 4 എന്ന് എഴുതാം, ഇൻറ്റു 5. അപ്പൊ നമുക്ക് 12/4 എത്രയാ? 3. 12ന്റെ സ്ഥാനത്ത് വലിയ നമ്പറിന്റെ ഇതിലാണ് എഴുതുക. 12/4 3. 20/5 4. അപ്പൊ നമുക്ക് മുകളിലുള്ളത് എന്തൊക്കെയാണ്? 3 ഇൻറ്റു 3 ഇൻറ്റു 4. താഴെ എന്തേ ഉള്ളൂ? 1/3. ഓക്കെ, അപ്പൊ താഴെ ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ മുകളിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3 ഇൻറ്റു 3 ഇൻറ്റു 4. അപ്പൊ ഈ 3 മുകളിലേക്ക് പോകും, ഇൻറ്റു 3 വരും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ ബേസ് ക്ലാസ് ഒന്ന് കാണാം. A/B/C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി മുകളിലേക്ക് പോകും. AC/B എന്നാ വരും. ഇവിടെ ബിയുടെ സ്ഥാനത്ത് 1 ആണ്, സിയുടെ സ്ഥാനത്ത് 3 ആണ്, എയുടെ സ്ഥാനത്ത് ഇത് മൊത്തം. അപ്പൊ സി മുകളിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഇൻറ്റു 3 എഴുതി. താഴെ 1 ആയതുകൊണ്ട് അത് എഴുതിയിട്ടില്ല. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 3 9 ഇൻറ്റു 3 27 ഇൻറ്റു 4. 27നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 ഇൻറ്റു 4 28, 2 ബാക്കി. 2 ഇൻറ്റു 4 8, 8 പ്ലസ് 2 10. സോ 108 എണ്ണങ്ങൾ ഉണ്ടാകും. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 4, പേജ് നമ്പർ 200. The base radii of 2 cones are in the ratio 3:5 and their heights are in the ratio 2:3. What is the ratio of their volumes? രണ്ട് വൃത്തസ്തൂപികകളുടെ ആരങ്ങളുടെ അംശബന്ധം 3:5, അവയുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3, അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം എത്രയാണ്? നമ്മൾ ഇതേപോലത്തെ പ്രോബ്ലം സ്ക്വയർ പിരമിഡിൽ ചെയ്തിരുന്നു. ഇവിടെ 2 കോണുകളാണ് ഉള്ളത്. ഇപ്പൊ ചെറിയൊരു ടേബിൾ വരച്ചിട്ട് ചെയ്യാം. കോൺ 1, രണ്ടാമത്തതില് കോൺ 2. അപ്പൊ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും വരിക ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റും ഹൈറ്റും ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ബേസ് റേഡിയസ് ആണ്. അപ്പൊ നമ്മൾ ഈ സൈഡില് ബേസ് റേഡിയസ്. ഓക്കെ, റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ ബേസ് റേഡിയസിന് നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ R ആണ്. റേഷ്യോ തന്നിരിക്കുന്നത് 3:5 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺ 1ന്റെ റേഡിയസ് എന്തായിരിക്കും? ബേസ് റേഡിയസ് എന്തായിരിക്കും? 3R. കോൺ 2ന്റെ ബേസ് റേഡിയസ് എന്തായിരിക്കും? 5R. ഓക്കെ, അടുത്ത നമുക്ക് തന്നിരിക്കുന്ന ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. സോ ഹൈറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ H ആണ്. അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 2:3 എന്ന്. അപ്പോൾ ഒന്നാമത്തെ കോണിന്റെ ഹൈറ്റ് എന്തായിരിക്കും? 2H. രണ്ടാമത്തെ കോണിന്റെ ഹൈറ്റ് എന്തായിരിക്കും? 3H. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവയുടെ വോളിയം തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അപ്പൊ നമുക്ക് വോളിയം റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഒന്നാമത്തതിന്റെ വോളിയം എന്താണ്? എങ്ങനെയാ വോളിയം കാണാ? കോണാണ്. കോണിന്റെ വോളിയം കാണുന്നത് എങ്ങനെയാ? 1/3 ഇൻറ്റു പൈ ഇൻറ്റു R. ആറിന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് 3R ആണ്.
അപ്പൊ 3r സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റിന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് 2h. ഇതാണ് ഒന്നാമത്തെ കോണിന്റെ വോളിയം. ഇനി രണ്ടാമത്തെ കോണിന്റെ വോളിയം എന്താ വരിക? 1/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ്. റേഡിയസ് എന്താ? 5r ആണ്. അപ്പൊ 5r സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ഇവിടെ 3h ആണ്. ഇനി ഇവ തമ്മിലുള്ള റേഷ്യോ കാണും. Therefore, ratio of volumes. അപ്പൊ ഒന്നാമത്തെ തന്നെ ആദ്യം എഴുതാൻ നമുക്ക് 1/3 പൈ 3r സ്ക്വയർ. 3r സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 3 സ്ക്വയറിനെ നമുക്ക് 9r സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു 2h ഈസ് ടു റൈറ്റ് സൈഡിൽ 1/3 പൈ 5r സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25r സ്ക്വയർ ആണ്. ഇൻറ്റു 3h. റേഷ്യോ വരികയാണെങ്കിൽ രണ്ട് സൈഡിലും ഒരേപോലെയുള്ളതിന് നമുക്ക് കട്ട് ചെയ്യാം. 1/3 പൈ രണ്ടിടത്തുനിന്നും കട്ട് ചെയ്യാം. അതേപോലെ r സ്ക്വയറും കട്ട് ചെയ്യാം, എച്ചും കട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? നോക്കൂ, ഇവിടെ 9 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഞാനിവിടെ ഒന്നുകൂടെ എഴുതാം. ലെഫ്റ്റ് സൈഡിൽ ബാക്കിയുള്ളത് 9 ഇൻറ്റു 2 ഈസ് ടു റൈറ്റ് സൈഡിൽ ബാക്കിയുള്ളത് 25 ഇൻറ്റു 3. ഇവിടെ വീണ്ടും നമുക്ക് ക്യാൻസലേഷൻ പോസിബിൾ ആണ്. 9 ഉണ്ട്, 3 ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും നോക്കുന്നത്. അപ്പൊ രണ്ടും 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും, 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. അപ്പൊ നമുക്ക് 3 ഇൻറ്റു 2 6 ഈസ് ടു 25 ഇൻറ്റു 1 25. ഇതിന് നമുക്കിനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. 6ഉം 25ഉം ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും ഗുണനഫലമായിട്ട് നമ്മൾ കാണുന്നില്ല. സോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ റേഷ്യോ ഓഫ് വോളിയംസ് എന്ത് വരും? 6:25. Textbook exercise question number 5, page number 200. Two cones have the same volume and their base radii are in the ratio 4:5. What is the ratio of their heights? തുല്യ വ്യാപ്തമുള്ള രണ്ട് വൃത്തസ്തൂപികകളുടെ ആരങ്ങൾ 4:5 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ഉയരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ ടേബിൾ എഴുതും. രണ്ടെണ്ണം തരികയാണെങ്കിൽ കോൺ 1, കോൺ 2, വൃത്തസ്തൂപിക 1, വൃത്തസ്തൂപിക 2 എന്നെഴുതും. നമ്മൾ എഴുതേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കുക, ബേസ് റേഡിയസ്, ഹൈറ്റ്, സ്ലാൻഡേറ്റ്, ഇത് 3 എഴുതാം. ഇവിടെ നമുക്ക് ബേസ് റേഡിയസ് റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബേസ് റേഡിയസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ R ആണ്. റേഷ്യോ തന്നത് 4:5 ആണ്. അപ്പോൾ ഒന്നാമത്തെ കോണിന്റെ ബേസ് റേഡിയസ് എന്താ വരിക? 4r. രണ്ടാമത്തെ കോണിന്റെ ബേസ് റേഡിയസ് എന്താ വരിക? 5r. ഓക്കെ, അത് എഴുതാൻ എളുപ്പമാണല്ലോ. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഹൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹൈറ്റിന്റെ റേഷ്യോ തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഹൈറ്റ്, അപ്പൊ രണ്ടിനും വ്യത്യസ്തമായ ഹൈറ്റ് ആണ്. അപ്പൊ ആദ്യത്തിന് h1 എന്ന് കൊടുക്കും, രണ്ടാമത്തിന് h2 എന്ന് കൊടുക്കും. റേഷ്യോ തരികയാണെങ്കിലാണ് സെയിം വേരിയബിൾ എടുത്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. ഇവിടെ റേഷ്യോ തന്നിട്ടില്ല, നമ്മൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ h1 h2 എന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. ഇനി ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് രണ്ട് കോണിന്റെയും വോളിയം സെയിം ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എഴുതണം. ഗിവൺ വോളിയം ഓഫ് കോൺ 1 is equal to volume of cone 2. സോ നമുക്ക് വോളിയം ഓഫ് കോൺ 1 കാണാം. എന്താ ഫോർമുല? 1/3 പൈ r. ആറിന്റെ സ്ഥാനത്തുള്ളത് 4r ആണ്. സോ 4r സ്ക്വയർ, ഹൈറ്റ് h1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു വോളിയം ഓഫ് കോൺ 2 എന്താ വരിക? 1/3 പൈ, റേഡിയസിന്റെ സ്ഥാനത്ത് 5r ആണ്. സോ 5r സ്ക്വയർ, ഹൈറ്റിന്റെ സ്ഥാനത്ത് h2. ഓക്കെ, അപ്പൊ രണ്ട് സൈഡിലും 1/3 പൈ ഉണ്ട്, വെട്ടിക്കളയാം. ഇനി അടുത്തത് 4r സ്ക്വയർ. 4r സ്ക്വയർ എന്താ? 4 ന്റെ സ്ക്വയർ 16, 16r സ്ക്വയർ വരും. 16r സ്ക്വയർ ഇൻറ്റു h1 എന്ന് പറയുന്നത് 5r സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25, 25r സ്ക്വയർ ഇൻറ്റു h2. സോ രണ്ട് സൈഡിലും അപ്പോൾ r സ്ക്വയർ ഉണ്ട്, അത് വെട്ടിക്കളയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റേഷ്യോ ഓഫ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. h1 ഈസ് ടു h2 ആണ്. നമുക്കറിയാം h1 ഈസ് ടു h2 ഈസ് സെയിം ആസ് h1/h2. അപ്പൊ നമുക്ക് ഇവിടെ റേഷ്യോ കിട്ടണമെങ്കിൽ h1/h2 കണ്ടുപിടിച്ചാൽ മതി. h1 മുകളിൽ നിർത്തണം, h2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. സോ h1 ഇവിടെ നിർത്തുന്നു, h2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് h2 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ h2 ആവുന്നു. ഓൾറെഡി 25 ഉണ്ട് മുകളിൽ റൈറ്റ് സൈഡിൽ.
ഈ 16 നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് താഴെ വരും, 25/16 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ H1:H2 എന്താണ്? 25:16 ആണ് ആൻസർ. SSLC മോഡൽ 2019 ക്വസ്റ്റ്യൻ. The radius and height of a cone are 12 centimeters and 6 centimeters respectively. A. What is its volume? B. If this cone is cut parallel to its base along the midpoint of its height, what is the radius of the small cone obtained? C. What is the volume of the small cone? D. Find the ratio of the volumes of the small cone and the first cone. ഒരു വൃത്തസ്തൂപികയുടെ ആരം, ഉയരം എന്നിവ യഥാക്രമം 12 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ എന്നിവയാണ്. ഇതിന്റെ വ്യാപ്തമെന്ത്? ഈ വൃത്തസ്തൂപികയുടെ പാദത്തിന് സമാന്തരമായി ഉയരത്തിന്റെ മധ്യബിന്ദുവിലൂടെ മുറിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ വൃത്തസ്തൂപികയുടെ ആരമെന്ത്? ചെറിയ വൃത്തസ്തൂപികയുടെ വ്യാപ്തമെന്ത്? ചെറിയ വൃത്തസ്തൂപികയുടെയും ആദ്യത്തെ വൃത്തസ്തൂപികയുടെയും വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണുക. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ചോദിച്ചത്. അപ്പൊ നമുക്ക് 1 by 1 ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യാം. നമുക്ക് ഒരു കോണ് തന്നിട്ടുണ്ട്. ഈ കോണിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ആരം തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ. അതേപോലെ ഇതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അത് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ കോണിന്റെ വോളിയമാണ്. നമുക്ക് എഴുതാം. ഗിവൺ ബേസ് റേഡിയസ് r is equal to 12 centimeter, height h is equal to 6 centimeter. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് വോളിയം ഓഫ് കോൺ. ഈ കോണിന്റെ വോളിയം കാണാൻ നമുക്ക് ഫോർമുലയുണ്ട്. 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫോർമുല എഴുതിയാൽ 1 മാർക്ക് നിർബന്ധമായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ആ ഫോർമുലകളൊക്കെ പഠിച്ചു വെക്കുക. എല്ലാ ക്വസ്റ്റിനകത്തും ഫോർമുല കൊടുക്കാനുണ്ടാവും. അപ്പം ഫോർമുലകൾ നിർബന്ധമായിട്ട് എഴുതാം. എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, സോ 1/3 pi r square h. 1/3 pi ഇൻറ്റു r എന്ന് പറയുന്നത് 12 സ്ക്വയർ ആണ്, h എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ 6/3 2 ആണ്. സോ പൈ ഇൻറ്റു 12 സ്ക്വയർ 144 ആണ്, ഇൻറ്റു 2. 144നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 288 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് വോളിയം ഓഫ് കോൺ കിട്ടും. ആദ്യത്തെ പാർട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബി പാർട്ടിലേക്ക് പോവുകയാണ്. If this cone is cut parallel to its base, ഇതിന്റെ പാദത്തിന്, ഇതാണ് പാദം, അതിന് സമാന്തരമായി ഹൈറ്റിന്റെ മിഡ് പോയിന്റിൽ നിന്ന്, ഹൈറ്റ് എത്രയാ? 6 ആണ്. അപ്പൊ 3 വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യും. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ കോണ് നമ്മൾ മാറ്റി വെക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് അറിയാവുന്ന എന്താണ്? ഈ കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കോണിന്റെ റേഡിയസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കും. സോ ഇവിടെ നമുക്ക് ആദ്യത്തെ വലിയൊരു കോണിൽ നിന്ന് ചെറിയൊരു കോണാണ് നമ്മൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ വലിയ കോണിന്റെ ഹൈറ്റ്, ഇത് റേഡിയസ്, അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? സ്ലാൻറ്റേറ്റ് ആണ്. ഓക്കെ, ഇത് സ്ലാൻറ്റേറ്റ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് LHR ഫോംസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചെറിയ കോണിന്റെ മെഷേഴ്സ് എടുക്കുമ്പം നമുക്ക് ഇവിടെ ഇങ്ങനെയൊരു ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. അപ്പൊ ഞാൻ വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് പേര് കൊടുക്കുകയാണ് ABC. റൈറ്റ് ആംഗിൾ ഡറ്റ് B ആണ്. ചെറിയ റൈറ്റ് ആംഗിളിന് ഞാൻ പേര് കൊടുക്കുന്നു
എ ഓൾറെഡി മാർക്ക് ചെയ്തു, ഡി ഇ. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഇവിടെ കിട്ടി. ട്രയാങ്കിൾ എ ഡി ഇയും ട്രയാങ്കിൾ വലുത് എ ബി സി. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്യുക ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണോ, സദൃശ്യമാണോ എന്ന് ചെക്ക് ചെയ്യുക. സദൃശ്യമാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ഉണ്ട് ആണല്ലോ. ഇവിടെ നിങ്ങൾ എന്താ ഒബ്സർവ് ചെയ്യുന്നത്? 3 ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ആംഗിൾ ഈ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ് ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ എ. റീസൺ എന്താ? കോമൺ. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താ കാണുന്നത്? ആംഗിൾ ഡി, ആദ്യത്തെ ട്രയാങ്കിൾ ചെറിയ ട്രയാങ്കിളിൽ ആംഗിൾ ഡി എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിലെ ആംഗിൾ ബിക്ക് ഈക്വൽ ആണ്. കാരണം എന്താ? 90 ഡിഗ്രി, രണ്ടും 90 ഡിഗ്രിയാണ്. സോ ഒരു ട്രയാങ്കിളിലെ രണ്ട് വീതം ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore, angle E is equal to angle C. Reason എന്താ? 2 angles are equal. രണ്ട് കോണുകൾ തുല്യമാണ്. അപ്പൊ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ആ ചെറിയ റൈറ്റ് ട്രയാങ്കിളും ആ വലിയ റൈറ്റ് ട്രയാങ്കിളും എന്താണ്? സിമിലർ ആണ്. അപ്പൊ അതിന് നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിക്കാറുണ്ട്. സദൃശ്യമാണ് എന്നുള്ളതിന് നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിക്കും. അപ്പൊ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അവയുടെ സൈഡ്സ് എന്തായിരിക്കും? ഒരേ റേഷ്യോയിലായിരിക്കും. അവയുടെ വശങ്ങൾ ഒരേ അനുപാതത്തിലായിരിക്കും. ഓക്കെ, therefore their sides are in the same ratio. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന സൈഡ് എടുക്കാം. എ ഡി ഹൈറ്റ് ആണ് ആണല്ലോ. എ ഡി ബൈ വലിയ ട്രയാങ്കിളുടെ ഹൈറ്റ് എന്താ? എ ബി. എ ഡി ബൈ എ ബി ഇസ് ഈക്വൽ ടു ചെറുതിന്റെ റേഡിയസ്. ആദ്യം മുകളിൽ എഴുതുന്ന ചെറുതിന്റെയാണ്. റേഡിയസ് എന്താ? ഡി ഇ ബൈ വലുതിന്റെ റേഡിയസ് ബി സി. മൂന്നാമത്തെ സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് ആവശ്യം റേഡിയസ് ആണ്. ഓക്കെ, ഇനി എ ഡി എത്രയാണ്? അതായത് ചെറിയ കോണിന്റെ ഹൈറ്റ് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. സോ 3 ബൈ എ ബി. എ ബി എന്ന് പറയുന്ന വലിയ കോണിന്റെ ഹൈറ്റ് ആണ്, അത് 6 തന്നിട്ടുണ്ട്. ഡി ഇ ചെറിയ കോണിന്റെ റേഡിയസ്, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. സോ നമുക്ക് ഡി ഇ തന്നെ എഴുതാം. ഇനി ബി സി വലിയ കോണിന്റെ റേഡിയസ്, അത് 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 3/6 നമുക്ക് 1/2 എന്ന് എഴുതാം. 1/2 ഇസ് ഈക്വൽ ടു ഡി ഇ ബൈ 12. അങ്ങനെയാണെങ്കിൽ ഡി ഇ കാണണമെങ്കിൽ 12 ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. താഴെ കിടക്കുന്ന 12 ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ മുകളിലേക്ക് വരും. സോ 12/2 ഇസ് ഈക്വൽ ടു ഡി ഇ. സോ ഡി ഇ ഇസ് ഈക്വൽ ടു എത്രയാ വരിക? 12/2 6 സെന്റിമീറ്റർ. Therefore, radius of small cone is equal to 6 centimeter. Therefore, radius of small cone is equal to 6 centimeter. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ട് നമ്മൾ ആൻസർ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് സി പാർട്ട് ക്വസ്റ്റിലേക്ക് പോകാം. വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ സ്മോൾ കോൺ? അങ്ങനെ മുറിച്ചുണ്ടാക്കുന്ന ആ ചെറിയ വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണാം. ചെറിയ കോണ് നമുക്ക് ഒന്നിവിടെ മാറ്റി വരയ്ക്കും. നമുക്ക് അതിന്റെ ഹൈറ്റ് അറിയാം. 3 സെന്റിമീറ്റർ വരുമ്പോഴാണ് അത് മുറിച്ചു മാറ്റിയത്. അപ്പൊ ഹൈറ്റ് എത്രയാണ്? 3 സെന്റിമീറ്റർ. റേഡിയസ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു എത്രയാണ്? 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഹൈറ്റും റേഡിയസും അറിഞ്ഞാൽ നമുക്ക് വ്യാപ്തം കാണാം, വോളിയം കാണാം. വോളിയം ഓഫ് സ്മോൾ കോൺ 1/3 into base area into height. So 1/3 pi r square h. 1/3 pi radius എന്താണ് ഈ കോണിന്റെ? 6 ആണ്. സോ 6 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 3. അപ്പൊ 3 കട്ട് ചെയ്യാം. 6 സ്ക്വയർ എത്രയാ? 36. സോ 36 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം ഓഫ് സ്മോൾ കോൺ. ഇനി നമുക്ക് ഡി പാർട്ട് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഡി പാർട്ട് ആൻസർ ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ വോളിയംസ് ഓഫ് ദ സ്മോൾ കോൺ ആൻഡ് ദ ഫസ്റ്റ് കോൺ എന്ന് പറഞ്ഞാൽ വലിയ കോൺ. ഓക്കെ, ചെറിയ വൃത്തസ്തൂപികയുടെയും ആദ്യത്തെ വൃത്തസ്തൂപികയുടെയും വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം. എന്താ നമുക്ക് കാണേണ്ടത്? വോളിയം ഓഫ് സ്മോൾ കോൺ ഈസ് ടു വോളിയം ഓഫ് ലാർജ് കോൺ, അതായത് ഫസ്റ്റ് കോൺ.
വോളിയം ഓഫ് സ്മോൾ കോൺ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചതാണ്. എത്രയാണ്? 36 പൈ ഈസ് ടു വോളിയം ഓഫ് ഫസ്റ്റ് കോൺ. ആദ്യത്തെ വലിയ കോണിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. എത്രയാണ്? 288 പൈ എന്ന് എ പാർട്ടിൽ നമ്മൾ കണ്ടെത്തിയിരുന്നു. സോ അത് നമുക്ക് എഴുതാം 288 പൈ. റേഷ്യോ കാണുമ്പോൾ രണ്ട് സ്ഥലത്തും ഒരേപോലെയുള്ള ഫാക്ടേഴ്സ് കട്ട് ചെയ്യണം. നമ്മളതിനെ കട്ട് ചെയ്തു. ഇനി 36 ഉണ്ട്, 288 ഉണ്ട്. 36ഉം 288ഉം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം ഇത് രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, രണ്ടും 4ന്റെ മൾട്ടിപ്പിൾസും ആണ്. അപ്പൊ ആദ്യം നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 288നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ കിട്ടുക? 7 × 4 28, 72 കിട്ടും. വീണ്ടും 9ഉം 72ഉം 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 9നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 72നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. സോ ആൻസർ എന്താണ്? 1:8.